അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. KL13J 678 ഏകദേശം 9 മാസത്തോളമായി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് ചെറിയൊരു വർക്കിനായിട്ട് വന്നാണ്. പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം അത് ഫുൾ പെയിൻ്റ് ആക്കി. പിന്നെ അതുപോലെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കംപ്ലീറ്റും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് സെൻട്രൽ AC അതുപോലെ ചെറിയൊരു ടച്ചപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വന്ന് നമ്മൾ കണ്ടപ്പോൾ ഉള്ളിൽ ഒരുപാട് പാച്ച് ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം കംപ്ലീറ്റും നല്ല റെസ്റ്റായിരുന്നു, നല്ല പാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്തായാലും പിന്നെ എന്നാൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം, ഒരു മോഡിഫിക്കേഷൻ ആക്കി എടുക്കാമെന്നുള്ള രീതിക്ക് നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ വണ്ടിയുടെ ഏകദേശം സെയിം അതേ ലുക്കിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എക്സ്ട്രാ ഓവറായിട്ടുള്ള ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണോ അത് തന്നെ കീപ്പ് ചെയ്തിട്ട് സ്കേർട്ടും ലിപ്പും ചെയ്ത് ഇൻറ്റീരിയറിലും കുറച്ച് മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് ആയിരുന്നു. പവർ സ്റ്റിയറിംഗ് AC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സെൻട്രൽ AC ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ്, അതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റർ, ഫോഗ് ലാമ്പ് എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ തന്നെ. ഹെഡ്ലൈറ്റ് ലുമാക്സ്, ഫോഗ് ലാമ്പ് നോർമലാണ്. ഫോഗ് ലാമ്പ് എപ്പോഴും നമ്മൾ ഇതിപ്പോൾ ഇട്ടിട്ട് പോയാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഫോഗ് ലാമ്പിന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അത് നോർമൽ നമുക്ക് ആ ഒരു ഫോഗ് ലാമ്പ് കിട്ടുന്നുള്ളൂ. അതിന് വേറെ എന്ത് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്താലും അത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സിലിക്കോണും കാര്യങ്ങളൊക്കെ വീക്കായിട്ട് ലൈറ്റ് ഓൺ ചെയ്തിട്ട് പോകുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ വീക്കായിട്ട് ഒഴുകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് റീസീലൻ്റ് നമ്മൾ ഒരു വൈറ്റ് സീലൻ്റ് പോലെ വെച്ചിട്ട് ഇപ്പോൾ 1-2 വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അത് അധികം കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ കേസിൽ ആ ഒരു പ്രശ്നം ഇപ്പോഴും നമ്മൾ മാറ്റിയാലും അത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ പഴയ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ബോണറ്റ് ക്രോം നോർമലാണ്, ഒറിജിനലല്ല ഇട്ടേക്കുന്നത്. പെയിൻറ്റിങ് നമ്മൾ ഇതിൽ ക്യാപ്സിയുടെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ക്യാപ്സിയുടെയും ആൻറ്റി സ്ക്രാച്ച് ക്ലിയറാണ് ഇതിനകത്ത് അടിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ ആ പീക്കോക്ക് കളറിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കറക്റ്റ് നമ്മൾ സൈഡിൽ നിന്നൊക്കെ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇങ്ങോട്ട് ഇവിടുന്ന് ശരിക്കും നോക്കി അറിയാൻ പറ്റും. ഈ ഒരു സൈഡ് നമുക്കൊരു ബ്ലൂ ഷെയ്ഡായിട്ടായിരിക്കും കാണുക. പിന്നെ നിഴലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പക്ക ഗ്രീനിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ബീഡിങ് ഇട്ടിരിക്കുന്ന ഇനോവയുടെ സ്കേറ്റ് ബീഡിംഗ് ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ കോളിസിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കിട്ടാനില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനോവയുടെ സ്കേറ്റ് ബീഡിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്ന ടയർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. 14 സൈസിൻ്റെ ടയർ, പുതിയ ടയറാണ്. അതും യോക്കോഹാമയുടെ ടയറാണ്. അതിലേക്ക് നമ്മൾ അലോയ് വീല് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് സ്പോക്ക് വരുന്ന അലോയ് വീല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സ്പൈസറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, ഡയറക്റ്റ് ഫിറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിറർ നോക്കുകയാണെങ്കിൽ മിറർ നമ്മൾ സാധാ നോർമൽ മിറർ, കോളേജിന് വരുന്ന നോർമൽ മിറർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. OE അല്ല, സാധാ നോർമൽ വരുന്നതാണ്. പിന്നെ ഫെൻഡർ ഇൻഡിക്കേറ്ററും എല്ലാം നമ്മൾ ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. ടൊയോട്ടയുടെ ബ്രാൻഡ് തന്നെ, ടൊയോട്ടയുടെ ബ്രാൻഡിൽ IGL വരുന്ന കമ്പനി അതാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഡ് ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് സ്കേർട്ടും ലിപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിലൊരു മോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് സ്കേർട്ടും ലിപ്പും, അതേപോലെ തന്നെ ബാക്കിലേക്ക് സ്കേർട്ടും ലിപ്പും ചെയ്തിട്ടുണ്ട്. അലോയ് വീലും കയറ്റിയിട്ടുണ്ട്. അതാണ് ഔട്ടറിൽ വരുന്ന മാറ്റം. നമ്മൾ ഫുഡ് സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന സ്റ്റീലിൻ്റെ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. നോർമലി ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറിലേക്ക് മാത്രം സ്കേർട്ടും ലിപ്പും ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ വണ്ടിക്ക് ലുക്ക് തന്നെ മാറി. അതെന്ന് വെച്ചാൽ ഈ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ കറക്റ്റായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഹൈറ്റും ഏകദേശം ഈക്വലാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചരിവായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഫ്ലാറ്റിലൊക്കെ കറക്റ്റ് സ്ട്രൈറ്റ് ഇതിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്ട്രൈറ്റായിട്ട് നിൽക്കും, കാണാൻ തന്നെ വേറെ ലുക്കായിരിക്കും. നമ്മുടെ സർവീസിന് വരുന്ന മിക്ക വണ്ടികളും ഫ്രണ്ട് ഇങ്ങനെ താന്നിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് ടോഷൻ ബാറിൻ്റെ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കി ലെവലാക്കാൻ പറ്റും. ആ ലെവലാക്കിയാൽ മാത്രമേ നമുക്കത് വണ്ടി വരുന്നതും കാണാനും എല്ലാം കൊണ്ടും ഭംഗി. അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ കളർ ടോണാണ് കേട്ടോ. ഈ ഒരു കളർ തീമിൽ തന്നെ ഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ ടൂണിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും, കാണാൻ തന്നെ ഒരു നല്ലൊരു രസമായിരിക്കും. ഡ്യുവൽ കളറിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് അത്രയ്ക്കങ്ങ് ഇതാവില്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ഒരു ലെവലിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിൻ്റെ ടോപ്പ്, അതിലെ ഗിയർ ലിവറിൻ്റെ കവർ, ഇതെല്ലാം നമ്മൾ ഈ ഒരു തീമിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സീറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. സീറ്റ് നമ്മൾ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടില്ല, നോർമൽ സീറ്റ് തന്നെ. അതിലേക്ക് നമ്മൾ എന്താ പറയുക, സൈഡ് സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. നോർമൽ സീറ്റിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഡയമണ്ട് കട്ട് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോർ പാഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേ ഒരു കളർ തീമിൽ തന്നെ കൊണ്ടുവന്ന് സെൻറ്റർ പോർഷൻ നമ്മൾ ചെറിയ ഡയമണ്ട് കട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് JBLൻ്റെ സ്പീക്കർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ RD എന്ന് പറയുന്ന മേക്കിൻ്റെ ഒരു പവർ വിൻഡോ സിസ്റ്റം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് സെനോക്സിൻ്റെ സെൻട്രൽ ലോക്കാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. JBL സിസ്റ്റം കംപ്ലീറ്റും JBL ആണ്. 2 ഡോറ്,
അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ്, ബാക്ക് ഡോറ്, അതുപോലെ തന്നെ റിയറിലെ ഓവൽ സ്പീക്കറും നമ്മൾ JBLൻ്റെ ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സൗണ്ട് ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം ഹെവി അല്ല, നോർമലായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ ഒരു റിവേഴ്സ് ക്യാമറയും നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടോ ബാക്കോ അല്ലെങ്കിൽ സൈഡോ 360 ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ ബാക്കിലേക്ക് മാത്രം ഒരു ക്യാമറയും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോൺ പാഡും ഇതേ ഒരു കളർ തീമിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. റെക്സിന് എവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ ഈ ഒരു കളർ തീമിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2 എന്താ പറയുക, ഇന്നോവയുടെ സീറ്റ് ബെൽറ്റ് ഹോൾഡറും ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇന്നോവയുടെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോളിസിൻ്റെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇന്നോവയുടെ സീറ്റ് ഹോൾഡർ മാറിയിട്ടുണ്ട്. പിന്നെ റൂഫ് ടോപ്പ് നമ്മൾ ഈ ഒരു കളറിലേക്ക്, എന്ന് വെച്ചാൽ ഒറിജിനൽ വരുന്ന അതേ ഒരു കളർ തീമിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു റെക്സൻ അല്ല, ഇത് റൂഫ് ടോപ്പിനായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ AC നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ AC ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പില്ലർ കവർ ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ വരുന്നൊരു കളർ ഒരു പ്രത്യേകതരം ഒരു നീല പോലത്തെ കളറായതുകൊണ്ട് നമുക്കത് അത്രയ്ക്ക് അങ്ങ് കാണാനും രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഷെയ്ഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് റോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാപ്റ്റൻ സീറ്റ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഫുള്ള് സീറ്റായിരുന്നു, ലെങ്ത് സീറ്റായിരുന്നു. അത് കോളിസിൻ്റെ തന്നെ ഒറിജിനൽ സീറ്റ് തന്നെ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ ഒറിജിനൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഓൾട്രേഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് ബോൾട്ട് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതും ഫ്രണ്ടിൽ അതേ സീറ്റിൻ്റെ അതേ തീമിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സീറ്റും അങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് നമ്മൾ സ്കോർപ്പിയോൻ്റെ സീറ്റാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ സൈഡ് സീറ്റായിരുന്നു, അത് മാറ്റിയിട്ട് സ്കോർപ്പിയോ സീറ്റ് ഫ്രണ്ട് വ്യൂ വരുന്ന പോലുള്ള സീറ്റ് നമ്മൾ ബാക്കിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ JBLൻ്റെ ഓവൽ സ്പീക്കറും നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ സൗണ്ട് സിസ്റ്റം പക്ക ക്ലാരിറ്റി ആയിരിക്കും, കേൾക്കാൻ തന്നെ നല്ല രസമായിരിക്കും. ഈ ഒരു JBLൻ്റെ കോമ്പണൻറ്റ് JBL വെക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ പ്ലൈവുഡിൻ്റെ നമ്മൾ ഈ സാധാ ബോക്സ് അടിക്കുന്ന സ്പീക്കർ ബോക്സ് അടിക്കുന്ന പോലത്തുള്ള പാഡാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ JBL കയറ്റുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി നല്ലവണ്ണം നമുക്ക് ഫീൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ നമ്മൾ എല്ലാ വണ്ടിക്കും സെറ്റ് ചെയ്യുന്ന പോലെ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ബ്ലാക്ക് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ഫിറ്റ്മെൻ്റ് അല്ല, ചെറുതായിട്ട് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റ് ബോൾട്ടിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്ത് സ്വിഫ്റ്റിൻ്റെ ഇതും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാ നമ്മൾ നോർമൽ വിനൽ മാറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാ നോർമൽ മാറ്റാണ്, അതും ഡയമണ്ട് വരുന്ന അതേ രീതിയിലേക്കുള്ള വിനൽ മാറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോർമൽ എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വൈപ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ല. ബാക്കിലെ ടൈലൈറ്റ് മാറിയിട്ടുണ്ട്, റിഫ്ലക്ടർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്കി ക്രോമും മാറിയിട്ടുണ്ട്. ഡിക്കി ക്രോമൊക്കെ നോർമലാണ്. ടൈലൈറ്റും റിഫ്ലാക്ടറും നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നത് ഹോളിടാതെ ഇവിടെയാണ്, ലൈറ്റിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഭാഗത്ത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതാക്കാനില്ല. സ്പോയിലർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ അൾട്രേഷൻ വർക്കൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് വേണ്ട ചെറിയ കാര്യങ്ങൾ നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടും ലിപ്പും അലോയുമാണ് മെയിൻ. പിന്നെ സീറ്റും ഉള്ളിൽ ഇൻറ്റീരിയൽ വരുമ്പോൾ സീറ്റും സെൻട്രൽ AC യും സെൻട്രൽ ലോക്കും പവർ വിൻഡോ സിസ്റ്റം ഇത്രയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു, അതും ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് സ്കേർട്ടിലേക്ക് 2 ലൈറ്റും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.